ഫ്രണ്ട്സ്, ഒരു സന്തോഷമുള്ള കാര്യം പറയാനുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സന്തോഷമുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണല്ലോ ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ എത്രയോ സഹോദരങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ട് നമ്മളിപ്പോൾ വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്നതിന് അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഓരോരുത്തർ പെട്ട് കിടക്കുന്നത്. ഇപ്പോഴും എത്രയോ ആളുകളുടെ ബോഡി ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എത്രയോ ആളുകൾ ഇപ്പോഴും ചളിക്കടിയിലൊക്കെ പോന്നു കിടക്കുന്നുണ്ട്. അതൊന്നും നമുക്കറിയില്ല. ഇനി എത്ര ആളെ കിട്ടാനുണ്ട്, എത്ര ആളെ രക്ഷിക്കാനുണ്ട്, ഒന്നും അറിയില്ല. എന്തായാലും രക്ഷിക്കാൻ പറ്റുന്നിടത്തോളം എത്രയും പെട്ടെന്ന് അവരൊക്കെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സഹോദരങ്ങൾക്കും ഖബർ വിശാലാക്കി കൊടുക്കാൻ വേണ്ടി പടച്ച റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. അതുപോലെ തന്നെ ഇനിയും കിട്ടാത്ത ആളുകളെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലേ, നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ. നമ്മൾ വാർത്ത കേൾക്കുമ്പോൾ എന്താ ചെയ്യുക പടച്ചോനെ. നമ്മളിവിടെ സുരക്ഷിതരായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഇപ്പോഴും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ. അതുപോലെ തന്നെ നമ്മളെക്കൊണ്ട് ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായം അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുക. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ മറ്റുള്ള ഒരാളുകളെ സഹായിക്കാൻ പറ്റിയൊരവസ്ഥയാണ് നമുക്കിപ്പോൾ. അപ്പോൾ നമ്മൾ പരമാവധി നമ്മളെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അവർക്കുള്ള ആവശ്യമായിട്ടുള്ള ഫുഡ് കാര്യത്തിലൊക്കെ നമ്മളെക്കൊണ്ട് എന്താണ് പറ്റുന്നത് അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. നമുക്ക് നേരിട്ട് അവിടെ കൊണ്ടു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ടീമിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരങ്ങോട്ട് കൊണ്ടുപോകുന്ന സാധനത്തിൽ മൊത്തമായിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ നമ്മൾ കുറച്ച് കൊടുത്താൽ തന്നെ എല്ലാതും കൂടിയിട്ട് ഓരോ ആളുകളിങ്ങനെ കുറേശ്ശെ കൊടുക്കുമ്പോൾ അതെല്ലാതും വലിയൊരു കാര്യം തന്നെയായിട്ട് മാറും. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. അല്ല, ഒക്കെ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലപ്പുറത്ത് നിന്നിട്ടും കാണാതായിട്ടുണ്ടായിരുന്ന നമ്മുടെ സഫീറിൻ്റെ മകളും സഫീർ തന്നെയാണല്ലേ ആ ഒരു കൊച്ചുമകളെ, ആ ഒരു വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ആ ഒരു മകളെയും കൊണ്ടിട്ട് കടന്നു പോയത്. അയാളുടെ കാമുകിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ആ ഒരു ടൈമിലൊക്കെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഏകദേശം ഇപ്പോൾ ഒരു മാസത്തോളം ഈ ഒരു സംഭവം നടന്നിട്ട്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തോന്നിയത്. അപ്പോൾ നമ്മളെല്ലാവരും ആ കുട്ടിയെ പറ്റിയിട്ട് ഇന്ന് അന്വേഷിച്ചിരുന്ന ആളുകളാണ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അതിനെപ്പറ്റി ആരും വീഡിയോ ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു കുട്ടിയെ പറ്റി വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ആ കുട്ടിയെയും ആ സഫീറിനെയും കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയാണ് ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ. കാരണം ആ കുട്ടിയുടെ ഉമ്മയുടെ അടുത്ത് ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ കൊൽക്കത്തയിൽ നിന്നിട്ടാണ് കണ്ടെത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കുട്ടി ഉമ്മയുടെ കയ്യിലെത്തട്ടെ. നമുക്കറിയാം ഒരു ടൈമിൽ ഇപ്പോൾ ഒരു മാസത്തോളമായി ഈ ഒരു സംഭവം നടന്നിട്ട്. ഇത്രയും നാളെ കുട്ടി ഒന്നും അറിയാതെ ആ ഉപ്പയുടെ കൂടെ ജീവിക്കാവും. എന്താണ് ആ കുട്ടിയുടെ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല. ഇനി ആ ഉമ്മയുടെ കയ്യിൽ കിട്ടിയാൽ ആ കുട്ടി വീണ്ടും പഴയതുപോലെ കളിച്ച് ചിരിച്ച് നല്ല സന്തോഷത്തോടു കൂടി അവർക്ക് ജീവിക്കാൻ കഴിയട്ടെ അല്ലേ. അങ്ങനത്തെ ഒരു വിഷമം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ആ ഉമ്മയുടെ ഫോൺ വിളിയും ഫോൺ വിളിക്കുന്ന ഒരു വോയിസ് റെക്കോർഡൊക്കെ നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്ന തരത്തിലുള്ള ഒരു വോയിസ് ആയിരുന്നു ആ ഉമ്മയുടെ. അപ്പോൾ അത്രയും പെട്ടെന്ന്